ബാംഗ്ലൂരിൽ നിന്ന് വേളാങ്കണ്ണിയിലേക്കുള്ള യാത്രയും താമസിച്ച ഹോട്ടൽ ഡീറ്റെയിൽസും വേളാങ്കണ്ണി പള്ളിയുടെ വിശേഷങ്ങളും ഈ വ്ലോഗിലൂടെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. സ്ലീപ്പർ ബസ്സാണ് ഞങ്ങൾ ചൂസ് ചെയ്തത്. നൈറ്റ് ഏകദേശം 9:30 ഇലക്ട്രോണിക് സിറ്റിയിൽ നിന്ന് ഞങ്ങളുടെ ബസ് സ്റ്റാർട്ട് ചെയ്തത്. സ്ലീപ്പർ ബസ് ആയതുകൊണ്ട് നമുക്ക് യാത്രാക്ഷീണം കാണില്ല. ബ്ലാങ്കറ്റും പില്ലോയും വാട്ടർ ബോട്ടിലും ബസ്സുകാർ പ്രൊവൈഡ് ചെയ്യും. 1500 അടുത്താണ് ബസ് ഫെയർ. രാവിലെ 6:00 വേളാങ്കണ്ണി ബസ് സ്റ്റാൻഡിൽ എത്തി. അവിടെ നിന്ന് 10 മിനിറ്റ് വാക്കബിൾ ഡിസ്റ്റൻസിൽ പള്ളിയോടടുത്തുള്ള അന്നേ ഓഷ്യൻ പാർക്കാണ് ബുക്ക് ചെയ്തത് ത്രൂ ഓൺലൈൻ. 1500 ഹോട്ടലിന്റെ പെർ ഡേ ബുക്കിംഗ് ചാർജ്. ബേസിക് ഫെസിലിറ്റീസും നീറ്റുമായിട്ടുള്ള ഹോട്ടൽ റൂം ആയിരുന്നു അത്. AC-യും ബാത്റൂമിൽ ഹോട്ട് വാട്ടർ ഫെസിലിറ്റിയും ഉണ്ടായിരുന്നു. കിഴക്കിന്റെ ലൂർദ് എന്നറിയപ്പെടുന്ന വേളാങ്കണ്ണി പള്ളി തമിഴ്നാട്ടിലെ നാഗപട്ടണം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രൈസ്തവ തീർത്ഥാടന കേന്ദ്രമായ വേളാങ്കണ്ണി പള്ളി റോമൻ കത്തോലിക്ക സഭയുടെ അധീനതയിലാണ്. വേളാങ്കണ്ണി പള്ളിയുടെ യഥാർത്ഥ പേര് ബസിലിക്ക ഓഫ് അവർ ലേഡി ഓഫ് ഗുഡ് ഹെൽത്ത് എന്നാണ്. ആരോഗ്യമാതാവായ മറിയത്തിന്റെ പേരിലാണ് ഈ പള്ളി. ഒരേ സമയം 3 പള്ളികളിലായി ഇവിടെ കുർബാന നടക്കുന്നുണ്ട്. മലയാളം കുർബാന അർപ്പിക്കുന്നത് മോർണിംഗ് സ്റ്റാർ ചർച്ചിലാണ്. മൺഡേ ടു ഫ്രൈഡേ രാവിലെ 9 മണിക്കാണ് കുർബാന ടൈം. വേളാങ്കണ്ണിയുടെ ചരിത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 3 പ്രാവശ്യം മാതാവിന്റെ അത്ഭുത സാന്നിധ്യം വേളാങ്കണ്ണിയിൽ ഉണ്ടായിട്ടുണ്ടെന്നാണ്. ഇതിലൊരു അത്ഭുതം ഞാൻ പറയാം. ഒരു ഹൈന്ദവനായ കുട്ടിക്ക് പരിശുദ്ധ മാതാവ് പ്രത്യക്ഷമായ കഥ. ആ കുട്ടി ധനാഢ്യനായ ഒരു മനുഷ്യന് പാൽ കൊടുക്കുന്നതിന് വേണ്ടി പോവുകയായിരുന്നു. നടന്ന് തളർന്ന ആ കുട്ടി അവിടെയുള്ള കുളത്തിൽ നിന്ന് വെള്ളം കുടിച്ചുകൊണ്ട് അതിന്റെ അടുത്തുള്ള ആൽമര ചോട്ടിൽ വിശ്രമിക്കാനിരുന്നു. അപ്പോഴാണ് ഒരു തേജോമയിയായ ഒരു അമ്മയും കയ്യിലൊരു കുഞ്ഞുമായി വരുന്നത്. ആ അമ്മ അവനോട് പാൽ ആവശ്യപ്പെട്ടു. കുഞ്ഞിന് വേണ്ടി അവൻ ആ പാൽ കുടിക്കുകയും ചെയ്തു. പയ്യൻ ബാക്കി വന്ന പാലുമായി ധനാഢ്യനായ മനുഷ്യന്റെ അടുത്തേക്ക് പോയി. അവിടെ ചെന്ന് കുട്ടി താമസിച്ചു വന്നതിനും പാൽ കുറഞ്ഞതിനും ക്ഷമാപണം ചോദിച്ച് നടന്ന കാര്യം പറഞ്ഞു. അയാൾ ദേഷ്യപ്പെട്ടു. ആ പാൽക്കുടം തുറന്നപ്പോഴാണ് അത്ഭുതം. അതിൽ പാൽ നിറഞ്ഞു തുളുമ്പി വരികയായിരുന്നു. നടന്ന കാര്യം അവിടെയുള്ള ആളുകൾ അറിഞ്ഞ് അത് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമാണെന്ന് ഉറച്ചു വിശ്വസിച്ചു. ഇവിടുത്തെ പ്രധാനപ്പെട്ട നേർച്ചകളിലൊന്ന് മണൽത്തരികളിലൂടെ മുട്ടിലെഴിഞ്ഞ് മെയിൻ ബസിലിക്ക പള്ളിയിൽ നിന്ന് അവർ ലേഡീസ് ടാങ്ക് ചർച്ചിലേക്കുള്ള യാത്രയാണ്. ഇതിനെ ഹോളി പാത്ത് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. തങ്ങളുടെ ആഗ്രഹങ്ങൾ മുട്ടിപ്പായി പ്രാർത്ഥിച്ചാൽ മാതാവ് സാധിച്ചു തരുമെന്നാണ് വിശ്വാസം. അതിന്റെ തെളിവാണ് പള്ളിയിലേക്കുള്ള വിശ്വാസികളുടെ ദൈനംദിനമുള്ള തിരക്ക്. അവർ ലേഡീസ് ടാങ്ക് ചർച്ചിൽ നിന്ന് തിരിച്ചു നടക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന പള്ളിയാണ് മോർണിംഗ് സ്റ്റാർ ചർച്ച്. ഇവിടെയാണ് മലയാളം കുർബാന അർപ്പിക്കുന്നത്. നേരത്തെ ഇവിടെ വരുന്ന തീർത്ഥാടകരുടെ മെയിൻ കൺസേൺ ചെരുപ്പുകൾ കാണാണ്ട് പോകുന്നതായിരുന്നു. പക്ഷേ ഇപ്പോൾ മെയിൻ ബസിലിക്കോ ചർച്ചിന്റെ മുന്നിൽ തന്നെ പള്ളി വക ടോക്കൺ ഫെസിലിറ്റിയോടുകൂടി ചപ്പൽ സൂക്ഷിക്കാൻ സൗകര്യമുണ്ട് വിത്ത് നോ കോസ്റ്റ്. മെയിൻ ബസിലിക്ക പള്ളിയുടെ അടുത്ത് തന്നെയാണ് തിരിയും എണ്ണയും മേടിക്കാനുള്ള സൗകര്യം. അവിടെ അടുത്താണ് പള്ളിവക ഷോപ്പിംഗ് മോൾ. ഇവിടെ കൊന്തയും രൂപങ്ങളുമെല്ലാം കിട്ടും. ഈ രണ്ടിടത്തും ക്യാഷ് പേയ്മെന്റ് ആണ് സ്വീകരിക്കുകയുള്ളൂ. മോളിൽ നിന്ന് കുറച്ച് മുന്നോട്ട് നീങ്ങി ലെഫ്റ്റ് സൈഡിൽ കുർബാന പേരും പണവും കൊടുക്കാനുള്ള സെന്റർ ഉണ്ട്. അവിടെ കാർഡോ UPI പേയ്മെന്റോ അല്ലെങ്കിൽ ക്യാഷും സ്വീകരിക്കും. മെയിൻ ബസിലിക്ക പള്ളിയുടെ മുൻവശത്തുള്ള വഴിയിൽ നിന്ന് ഒരു 300 മീറ്റർ നടന്നാൽ നമ്മൾ നേരെ ചെല്ലുന്നത് ബീച്ചിലേക്കാണ്. ഈവനിങ് കുറച്ചു നേരം ബീച്ചിൽ സ്പെൻഡ് ചെയ്ത് അന്ന് രാത്രി ബാംഗ്ലൂരിലേക്ക് തിരിച്ചു.